പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഈ പ്രഭാത യാമത്തിലേക്ക് ദൈവം നമുക്ക് തന്ന ഈ വിലപ്പെട്ട സമയത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. ദൈവത്തിന്റെ വചനം എത്ര അനുഗ്രഹകരമെന്ന് ധ്യാനിക്കുവാൻ, നമുക്ക് ചിന്തിക്കുവാൻ ഇടയാക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒരു പ്രഭാതം, ഒരു പുതിയ പകലിന്റെ ആരംഭത്തിങ്കൽ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവിക ആലോചനകളാൽ നിറയുവാൻ ദൈവം നമുക്കൊരുക്കുന്ന വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിലെ ചില ചിന്തകളാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ സൈന്യം യെരുശലേം നഗരത്തെ നിരോധിച്ചിരിക്കുന്നു. യഹൂദ രാജാവായ സിദക്കിയാവും ജനങ്ങളും പരിഭ്രമിച്ച് യുദ്ധത്തിനൊരുങ്ങുന്നെങ്കിലും ബാബേൽ സൈന്യത്തെ തോൽപ്പിച്ച് രക്ഷിക്കാമെന്നുള്ള ആശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. രാജ്യദ്രോഹികളെന്ന് സംശയിക്കപ്പെട്ടവരെയെല്ലാം ബന്ധനസ്ഥരാക്കുന്നതിന് സിദക്കിയാവ് ഉത്തരവിട്ടിരിക്കുന്നു. യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് അനേക നാളുകളായി പ്രവചിച്ചുകൊണ്ടിരുന്ന യിരെമ്യാവും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുകയുണ്ടായി. വിശുദ്ധ നഗരം തൽക്കാലം ശത്രുവിന് ഇരയാകുമെങ്കിലും ഒരു കാലത്ത് വീണ്ടും അത് ദൈവജനമായ ഇസ്രായേലിന്റെ സ്വന്തമായി തീരുമെന്നും യഹൂദയിൽ ജനങ്ങൾ ക്ഷേമമായും നിർഭയമായും വസിക്കുമെന്നും പ്രവാചകൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു. 32-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം ഞാൻ വായിക്കാം. എന്റെ കോപത്തിൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഈ വിശ്വാസം കേവലം അസ്ഥാനത്താണെന്ന് മാത്രമേ യഹൂദ്യയെ ഇടിച്ചുപിടിക്കാൻ അടുത്തുകൂടിയ ശത്രു സൈന്യങ്ങളെ ദർശിച്ച സാധാരണ ജനങ്ങൾക്ക് തോന്നിയുള്ളൂ. എന്നാൽ താൻ ആരുടെ ദൂത് വഹിച്ചിരിക്കുന്നുവോ ആ ദൈവത്തിന്റെ വചനത്തിൽ തനിക്ക് പരിപൂർണ വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിപ്പാൻ തയ്യാറാണെന്നും യെരുശലേം നിവാസികളെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അത്രേ ഭാവി കാലത്തെ മാത്രം ഉദ്ദേശിച്ച് താൻ തന്റെ കുടുംബാവകാശം വിലയ്ക്ക് വാങ്ങിയത്. പ്രവാചകന്റെ വിശ്വാസത്തിന്റെ സ്ഥൈര്യവും വീര്യവും എത്ര ഹൃദയവർജകമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ ചില വചനങ്ങളും അനുഭവവും പ്രവാചകന്റെ വിശ്വാസദാർഢ്യം വിവരിക്കുന്ന ഈ അധ്യായം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൂട്ടിയാത്രക്കാരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 34-ാം വാക്യമാണത്. തിമോത്തിയോസിന് എഴുതുന്ന സമയത്ത് തന്റെ പേനയിൽ കൂടെ ബഹിർഗമിക്കുന്ന അനുഭവ സാക്ഷ്യം എത്ര ലളിത സുന്ദരമായിരിക്കുന്നു. 2 തിമോത്തിയോസ് 1:12 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. യിരെമ്യാവിന്റെയും വിശുദ്ധ പൗലോസിന്റെയും അനുഭവങ്ങളുമായി പരിചയപ്പെട്ട ശേഷം വിശ്വാസം കാണപ്പെടാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് എബ്രായ ലേഖനത്തിൽ നിർവചിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമില്ല. നമ്മുടെ വിശ്വാസം ഊഹാപോഹാദികളിന്മേൽ അടിസ്ഥാനപ്പെട്ടതോ അഥവാ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവും അനിഷേധ്യവുമായ അനുഭവങ്ങൾ വഴിയായി പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ജീവൻ ശക്തിയോ എന്ന് ചിന്തിക്കാം. ദൈവം നമുക്ക് യഥാർത്ഥമെങ്കിൽ ദൈവവചനവും യഥാർത്ഥം തന്നെ, സംശയമില്ല. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അദൃശ്യനായ ദൈവത്തെ ദർശിക്കുന്നതിനും സ്പർശിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമ്മുടെ വിശ്വാസമായ കണ്ണുകളെയും കരങ്ങളെയും ബുദ്ധിയെയും ദൈവമേ അങ്ങ് ശക്തിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുവാൻ, ചേർന്ന് വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ. കർത്താവിൽ വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചിരിപ്പാൻ, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾക്ക് എന്നും കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം.